ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്ക് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, പിന്നെ ഒരു ചെറിയ കപ്പിൽ സൺഫ്ലവർ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ലേശം ഉപ്പ്, 1 കപ്പ് പഞ്ചസാര, റൂം ടെമ്പറേച്ചർ ആയ 2 മുട്ട, വാനില എസൻസ്, കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂ നട്ടും പിന്നെ ഉണക്കമുന്തിരിയും ചെറിയുമാണ്. എന്നാൽ ഉണ്ടാക്കാം. ആദ്യം ഒരു പാനിനെ ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തതിനു ശേഷം നേരത്തെ എടുത്ത അതിൽ നിന്നും പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി മാറ്റി വെക്കാം. ഇതിനെ വെള്ളം കൂട്ടാതെ അങ്ങനെ തന്നെ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മെൽറ്റാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം 2 മുട്ടയെ പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വെച്ച ലേശം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ വെച്ച ചെറിയ കപ്പിലുള്ള എണ്ണയും ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ബാക്കി വെച്ച പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ കുറച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും കൂട്ടാൻ പാടില്ല. ഇളക്കിയതിനു ശേഷം മൂടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് മൂടിനളവിൽ ഇട്ട് കൊടുക്കുക. ഇപ്പൊ 1 മൂടി ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായി അരച്ചെടുക്കുക. ഇപ്പൊ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുമ്പോ, കാരണം ഇത് ചൂടായിട്ടുണ്ട്. കുറച്ച് ശബ്ദം കേൾക്കും. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിനെ ആറാവാൻ മാറ്റി വെക്കാം. ഇതുപോലെ മൂടിയിട്ട് വെക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇപ്പൊ ഞാൻ 2 ബൗൾസ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ നേരത്തെ ഉണ്ടാക്കിയ ആ മിക്സ് ഡ്രിങ്ക്സ് കൊടുക്കാം. ഇനി ഒരു അരപ്പ് വെച്ച് മൈദ അരച്ചെടുക്കണം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് അരച്ചു കൊടുക്കണം. നന്നായിട്ട് അരച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ മൈദ ഇട്ടിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഇളക്കി വെക്കണം. ഈ മൈദ ഇടുന്നതിന് എന്തിനെന്ന് വെച്ചാൽ കേക്കിന്റെ മുകളിൽ ഡിസൈനിനും ഇത് പൊങ്ങി കിട്ടാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഓരോ കപ്പായിട്ട് നമ്മളുടെ മൈദ ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ ആദ്യം 2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒരു സ്പൂൺ കൊണ്ടോ യന്ത്രം കൊണ്ടോ ഒന്ന് ഇളക്കിയെടുക്കണം. സാവകാശത്തിൽ ഇളക്കിയെടുക്കണം. ഇപ്പൊ ഞാൻ ഇത് ഇളക്കി നല്ലവണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയും കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കട്ടിക്ക് തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ആ കാരമൽ സിറപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ കാരമൽ സിറപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വാട്ടർ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കുക. ഇളക്കുക. നല്ലവണ്ണം ഇളക്കി എടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിലെന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് സോഫ്റ്റ് ആയി കിട്ടില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാറ്ററിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ളത് പിന്നീട് ചേർക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കേക്ക് ട്രൈയിൽ ഒഴിച്ച് ഒന്ന് വേവാൻ വെക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് അപ്പക്കലം എന്ന ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊയ്യിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ഇറുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മൂടി ഒരു ഓവൻ സെറ്റ് ആവാൻ വെക്കാം. അടുത്തത് നോക്കാം. ഞാനിപ്പോ ഒരു സാധാരണ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ബ്രഷ് കൊണ്ടൊന്ന് തടവി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് ഇട്ടിട്ടുണ്ട്. കുറേയൊന്നും ഇടാൻ പാടില്ല, കേക്ക് ഇതാവും. ഇനി നമുക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇതിനെ മാറ്റി വെക്കാം. നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ടപ്പ് ചെയ്തെടുക്കാം. ടപ്പ് ചെയ്തെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാനാണ്. എന്നിട്ട് നേരത്തെ വെച്ച ആ കാഷ്യൂ നട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അപ്പകലത്തിൽ വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെക്കാം. ഇപ്പൊ ഞാൻ 45 മിനിറ്റ് വെക്കുന്നുണ്ട് ഇത് വേവാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്പോർക്ക് കൊണ്ടോ ഒന്നുകൊണ്ട് ഇതിനെ ഒന്ന് ഇട്ടു കൊടുക്കും. ഇപ്പൊ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഈർക്കിൽ കൊണ്ടാണ് ഇതിനെ ഒന്ന് വെന്തിടോ നോക്കുന്നത്. ഈ സ്റ്റിക്കിൽ എന്തെങ്കിലും പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടാണ്. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇറക്കി വെക്കാം. ഒരു തുണി കൊണ്ട് വെച്ചിട്ടാണ് ഞാനിപ്പോ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഇതിനെ തണയാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓളെന്ന് ഓപ്ഷൻ എടുക്കാം. എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.